തൃശൂർ നഗരം പൂരലഹരിയിലേക്ക് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരക്കാഴ്ചകൾക്ക് നാളെ തുടക്കം. കനത്ത മഴയെ തുടർന്ന് സാമ്പിൾ വെടിക്കെട്ട് മാറ്റിവെച്ചു. പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗം അഗ്രശാലയിൽ ഒരുക്കിയ ചമയ പ്രദർശനം പൂരപ്രേമികൾക്ക് വിസ്മയമായി. തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനം ഇന്ന് രാവിലെ മുതൽ. മുല്ലപ്പെരിയാർ ഡാം സംരക്ഷണ സമിതി സംസ്ഥാന വ്യാപകമായി ഇന്ന് ആഹ്വാനം ചെയ്ത ഹർത്താൽ തൃശൂർ ജില്ലയെ കാര്യമായി ബാധിച്ചേക്കില്ല. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തും, കടകൾ തുറക്കുമെന്ന വ്യാപാരികൾ. സിനിമയുടെ വിജയത്തിന് പിന്നിൽ ഒരു വ്യക്തി മാത്രമല്ലെന്ന് ചലച്ചിത്ര നടി ഉർവശി ശാരദ. മലയാള സിനിമ ആദ്യകാല പ്രൌഢിയിലേക്ക് തിരിച്ചുവരേണ്ടതുണ്ടെന്നും ശാരദ. ഞാൻ ബൈജു ദേവസി, വാർത്തകൾ വിശദമായി. തൃശൂർ നഗരം പൂരലഹരിയിലായി. മഹാപൂരത്തിന്റെ മതിവര കാഴ്ചകളിലേക്ക് ദൃശ്യജാലകം തുറക്കാൻ ശക്തന്റെ തട്ടകം ഒരുങ്ങി. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരക്കാഴ്ചകൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് രാവിലെ 11-ന് നെയ്തലക്കാവിലെ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനട തുറന്നുകൊടുക്കും. പൂരപ്രേമികൾ കാത്തിരുന്ന പൂരം നാളെയാണ്. ഇന്നലെ മുതൽ തൃശൂർ നഗരത്തിൽ പൂരപ്രേമികളുടെ തിരക്കായിരുന്നു. സമീപ ജില്ലകളിൽ നിന്ന് പോലും പൂരക്കാഴ്ചകൾ കാണാൻ ജനങ്ങൾ എത്തിത്തുടങ്ങി. വർണ്ണാഭമായ പൂരപ്പന്തലുകളും ആനച്ചമയങ്ങളും ശബ്ദഘോഷങ്ങളും പൂരനഗരിയുടെ മായക്കാഴ്ചകൾക്ക് ചാരുത പകർന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ പൂരത്തിന്റെ ആവേശം അലതല്ലും. കനത്ത മഴയെ തുടർന്ന് തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്താനാകാത്തത് പൂരപ്രേമികളെയും തട്ടക നിവാസികളെയും നിരാശയിലാഴ്ത്തി. പൂരത്തിന്റെ ആവേശം വാനോളം ഉയർത്തുന്ന സാമ്പിൾ വെടിക്കെട്ട് മാറ്റിവെച്ചെന്ന വാർത്ത പൂരപ്രേമികൾക്ക് ഉൾക്കൊള്ളാനാകാത്തതായിരുന്നു. വെടിക്കെട്ടിന് നേരിയ സാധ്യതയുണ്ടോ എന്ന് ആരാഞ്ഞുകൊണ്ട് പൂരപ്രേമികൾ തേക്കിൻകാട് മൈതാനത്തു നിന്നും മടങ്ങാതെ ഏറെ നേരം കാത്തുനിന്നു. രാവിലെ മുതൽ ചാറ്റൽ മഴ ആശങ്ക സൃഷ്ടിച്ചിരുന്നെങ്കിലും സാമ്പിൾ വെടിക്കെട്ട് നടത്താനാകുമെന്നായിരുന്നു പ്രതീക്ഷ. ഇരുവിഭാഗങ്ങളും വെടിക്കോപ്പുകൾ സജ്ജമാക്കുകയും സാമ്പിൾ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ കനത്ത മഴ പൂരപ്രേമികളുടെ മനസ്സിൽ നിരാശ സമ്മാനിച്ചാണ് പെയ്തിറങ്ങിയത്. 5 മണിയോടെ സാമ്പിൾ വെടിക്കെട്ട് ഉപേക്ഷിച്ചുവെന്ന ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായി. വെടിക്കെട്ട് ഉപേക്ഷിച്ചെങ്കിലും വർണ്ണമനോഹരമായ അമിട്ടുകൾ പൊട്ടിക്കുമെന്ന പ്രചാരണം ജനങ്ങൾക്കിടയിൽ പരന്നു. ഇതേ തുടർന്ന് പൂരനഗരിയിൽ നിന്നും പിരിയാതെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന തട്ടക നിവാസികൾ കാത്തുനിന്നുവെങ്കിലും ഫലമുണ്ടായില്ല. പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനവും പ്രദക്ഷിണ വഴികളിലെ ദീപാലങ്കൃതമായ പൂരപ്പന്തലുകളും സാമ്പിൾ വെടിക്കെട്ടും കണ്ട് മടങ്ങാനെത്തിയവർക്ക് അല്പം നിരാശ സമ്മാനിച്ചെങ്കിലും പ്രധാന വെടിക്കെട്ട് കൂടുതൽ കെങ്കേമമാകുമെന്ന പ്രതീക്ഷയിലാണ് തട്ടക നിവാസികൾ മടങ്ങിയത്. മഴ മൂലം പൂരത്തിന്റെ പ്രധാന വെടിക്കെട്ട് പലപ്പോഴും മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും സാമ്പിൾ വെടിക്കെട്ട് അപൂർവമായി മാത്രമേ നടത്താനാകാത്ത സാഹചര്യമുണ്ടായിട്ടുള്ളൂ. ചമയക്കാഴ്ചകളുടെ ദൃശ്യവിരുന്നൊരുക്കി പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. പാറമേക്കാവ് അഗ്രശാലയിൽ നടക്കുന്ന ചമയ പ്രദർശനം ഉത്തരമേഖല ADGP N. ശങ്കർ റെഡ്ഡിയാണ് ഉദ്ഘാടനം ചെയ്തത്. 45 സെറ്റ് കുടകളും ആനച്ചമയങ്ങളുമാണ് പ്രദർശനത്തിൽ അണിനിരത്തിയിട്ടുള്ളത്. പട്ടുകുടകളിലെ വർണ്ണവൈവിധ്യവും അലങ്കാര ചാരുതയുമാണ് പ്രദർശനത്തെ ശ്രദ്ധേയമാക്കുന്നത്. കുടമാറ്റത്തിനുള്ള സ്പെഷ്യൽ കുടകൾ ചമയ പ്രദർശനത്തിൽ അണിനിരത്തിയിട്ടില്ല. പാറമേക്കാവ് ഭഗവതിയുടെ ചിത്രം ആലേഖനം ചെയ്ത കുടകളും സ്വർണ്ണഗോളകകളുടെയും നെറ്റിപ്പട്ടങ്ങളുടെ മാതൃക ആലേഖനം ചെയ്ത കുടകളും സർപ്പരൂപത്തിലുള്ള കുടകളുമെല്ലാം വിസ്മയ കാഴ്ചകൾ പകരുന്നവയാണ്. നെറ്റിപ്പട്ടവും ആലവട്ടവും വെൺചാമരങ്ങളുമെല്ലാം നിറഞ്ഞ ചമയക്കാഴ്ച ആസ്വദിക്കാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃശൂർ പൂരത്തിന്റെ മതേതര കൂട്ടായ്മയും ചിട്ടകളും മറ്റേതൊരു ആഘോഷങ്ങൾക്കും മാതൃകയാണെന്ന് ADGP P. N. ശങ്കർ റെഡ്ഡി പറഞ്ഞു. തൃശൂർ പൂരം കാഴ്ചകൾ ലോകത്ത് എങ്ങും കാണാത്ത കാഴ്ചകളാണ്. പ്രത്യേകിച്ച് കുടമാട്ടം നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച, തിങ്ങി നിൽക്കുന്ന ജനം, ആനകളുടെ കൂട്ടായ്മ, മേളകളുടെയും വാദ്യങ്ങളുടെയും ശബ്ദം, ആനപ്പുറത്തുള്ള കളർഫുള്ളായിട്ടുള്ള കുടം മാട്ടം, ഇത് ലോകത്ത് എങ്ങും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്. അങ്ങനെ കാണുന്ന കാഴ്ച ലോകത്ത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പൂര കാഴ്ച കാണാനുള്ള ഭാഗ്യം ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് തേർമൽ രാമകൃഷ്ണൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ, IGS ഗോപിനാഥ്, സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ്, കല്യാൺ സിൽക്സ് സാരഥി TS പട്ടാഭിരാമൻ, പ്രമുഖ വ്യവസായി TS സുന്ദർമേനോൻ, ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്, കളക്ടർ MS ജയ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. കൌസ്തുഭം ഓഡിറ്റോറിയത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. രാവിലെ 9:30-ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം TCV തത്സമയം സംപ്രേഷണം ചെയ്തു. പൂരച്ചമയ പ്രദർശനം ഓരോ പൂരപ്രേമികളിലും കാഴ്ചയുടെ വസന്തം തീർക്കുന്ന ഒന്നാണ്. പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനത്തിലേക്ക് ഇക്കുറി തലയെടുപ്പോടെ ലക്ഷണമൊത്ത ഒരു സിംഹവുമുണ്ട്. പൂരക്കാഴ്ചയ്ക്ക് ദൃശ്യവിരുന്നൊരുക്കാൻ
പാറമേക്കാവ് അഗ്രശാലയിൽ ആനച്ചമയക്കാഴ്ചകൾ കാണുന്നതിനായി എത്തുന്നവരുടെ കണ്ണുകൾ ആദ്യമെത്തുക ഒരുപക്ഷെ ആനമടയിലെ ഈ അപ്രതീക്ഷിത അതിഥിയിലേക്കാവും. കഴിഞ്ഞ 8 വർഷമായി വിയ്യൂർ മണലാർകാവ് നടുവിൽപ്പുരയ്ക്കൽ രാജൻ ആനയുടെ തടിയിൽ തീർത്ത പ്രതിമ പാറമേക്കാവിന്റെ ചമയ പ്രദർശനത്തിന് എത്തിക്കാറുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് സിംഹരൂപം എത്തിക്കുന്നത്. ആനകൾ കൈയടക്കിയ പൂരത്തിലേക്ക് ഇക്കുറി രാജനെ മാറ്റി ചിന്തിച്ചതിന് പിന്നിൽ മൃഗരാജാവായ സിംഹമാണ് പാറമേക്കാവ് ഭഗവതിയുടെ വാഹനമെന്നത് മാത്രമാണ്. ഇപ്പം ഞങ്ങളിത് 9ാമത്തെ കൊല്ലമാണ് ഇപ്പോൾ നമ്മൾ ഈ സിംഹത്തിന് ഉണ്ടാക്കുന്നത്. എല്ലാ കൊല്ലം ഞങ്ങൾ ആനേനാണ് വെക്കാറ്. അപ്പോൾ ഇക്കൊല്ലൊന്ന് മാറിക്കോട്ടെ എന്ന് കണക്കാക്കി ഇത്തവണ ഞങ്ങൾ സിംഹത്തിന് ഉണ്ടാക്കിയത്. കഴിഞ്ഞ കൊല്ലം ഒരു ആനയായിരുന്നു. അതിപ്പോൾ ദേവിയുടെ വാഹനമാണല്ലോ. അപ്പോൾ ഇക്കൊല്ലം സിംഹമായിക്കോട്ടെ എന്ന് കണക്കാക്കി ഇത്തവണ സിംഹത്തിന് ഉണ്ടാക്കിയത്. പൂർണ്ണമായും മരത്തിൽ തീർത്ത സിംഹത്തിന് 5.5 അടി പൊക്കവും 7 അടി നീളവും 100 കിലോയോളം ഭാരവുമുണ്ട്. പ്ലാവ്, ഇരുമുള്ള്, കുഞ്ഞിവാക എന്നിവ കൂടുതലായി ഉപയോഗിച്ചുള്ള സിംഹത്തിന്റെ നഖം തേക്കിലും ചകിരിയിലുമാണ് ഒരുക്കിയിരിക്കുന്നത്. തടിയിൽ ശരീരം രൂപപ്പെടുത്തിയ ശേഷം അരിച്ച അറക്കപ്പൊടി ഫെവിക്കോളിൽ തടിയിൽ പൊത്തി തുടർന്ന് ഇനാമൽ പെയിന്റിംഗ് നടത്തി സിംഹവീര്യം രൂപപ്പെടുത്തുകയായിരുന്നു. ആശാരിയായ രാജൻ ഞായറാഴ്ചകളിലും ഒഴിവു ദിവസങ്ങളിലെ രാത്രികളിലുമായി 6 മാസക്കാലം അധ്വാനിച്ചാണ് ഈ സിംഹരൂപം തയ്യാറാക്കിയത്. മുൻപ് പുലിക്കളിക്കായി 12 അടി വലിപ്പമുള്ള സിംഹവായ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വലിപ്പമുള്ള പൂർണ്ണ സിംഹരൂപം ഉണ്ടാക്കുന്നത് ഇതാദ്യമാണ്. പുലിക്കളിക്കായി ദേശപ്പുലികളെ ഒരുക്കാറുള്ള രാജൻ 7 അടി വലിപ്പമുള്ള പുലിയെയും 11 അടി വീതമുള്ള കഥകളിയും മാവേലിയും ഗജവീരന്മാരെയും കരവിരുതിൽ പൂർണ്ണതയിലെത്തിച്ചിട്ടുണ്ട്. പാറമേക്കാവ് പരമേശ്വരൻ, തിരുവമ്പാടി ശിവസുന്ദർ എന്നീ ഗജവീരന്മാരുടെ ചെറുരൂപവും ഒറിജിനലിനെ വെല്ലും വിധം രാജൻ തയ്യാറാക്കിയിട്ടുണ്ട്. 80,000 രൂപയോളം ചെലവാക്കിയാണ് ഇത്തവണ സിംഹത്തെ അഗ്രശാലയിൽ എത്തിക്കുന്നത്. എന്നാൽ ഇതുവരെ പ്രതിഫലം നോക്കിയല്ല പ്രതിമകളെ ചമയ പ്രദർശനത്തിന് എത്തിച്ചിട്ടുള്ളതെന്ന് രാജൻ പറയുന്നു. ഭഗവതിക്ക് മുമ്പിൽ തന്റെ കലാസൃഷ്ടി പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന അവസരത്തെ തനിക്ക് ലഭിച്ച ഭാഗ്യമായാണ് രാജൻ കാണുന്നത്. ചിലപ്പോൾ ഞങ്ങൾക്ക് പൂരത്തിനുള്ള താല്പര്യമുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് മാത്രം. പിന്നെ അത്രയും വലിയ പൂരം നടക്കുമ്പോൾ നമുക്കിത് വെക്കാനുള്ള സ്ഥലം തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളൂ. രാജന്റെ സിംഹവീര ചാരിതകൾക്ക് എല്ലാവിധ സഹായങ്ങളുമായി ഭാര്യ ഷീലയും മക്കളായ ശ്രീദേവി, ശ്രീജിത്ത്, ശ്രീകുട്ടൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഓരോ സൃഷ്ടിയിലും വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ഈ കലാകാരൻ തന്റെ സിംഹവും ആസ്വാദകർക്ക് നവ്യ അനുഭവമാകുമെന്ന പ്രതീക്ഷയിലാണ്. TCB ന്യൂസ്, തൃശൂർ. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടിയിൽ കുടസമർപ്പണം നടന്നു. തിരുവമ്പാടി വിഭാഗത്തിലേക്ക് കുടകൾ സംഭാവന ചെയ്ത ഭക്തരുടെ സമർപ്പണ ചടങ്ങാണ് ക്ഷേത്രം നടപ്പുരയിൽ നടന്നത്. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി, സെക്രട്ടറി സി വിജയൻ എന്നിവർ ഭഗവാന്റെ മുന്നിലും ഭഗവതിയുടെ മുന്നിലുമായി ആദ്യ കുട സമർപ്പണം നടത്തി. തുടർന്ന് ഭക്തരും കുടകൾ സമർപ്പിച്ചു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് പ്രധാന പൂര പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ശക്തന് ആദരവ് സമർപ്പിച്ചു. ശക്തൻ നഗറിൽ സ്ഥാപിച്ച ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് കെ മനോഹരൻ, പ്രതിമാ നിർമ്മാണ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്നിവർ പുഷ്പമാല ചാർത്തി ശക്തനെ വണങ്ങി. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി എ രാമചന്ദ്ര പിഷാരൂടി, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി സി വിജയൻ, മറ്റ് ദേവസ്വം ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം സ്ഥാപിച്ച ശക്തന്റെ പ്രതിമയിൽ ആദരം അർപ്പിച്ച് പൂരത്തിന് പ്രധാന ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുന്നത് ഇതാദ്യമായാണ്. പൂരവുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളും കൂടുതൽ പൂരവിശേഷങ്ങളിലും ഈ ബുള്ളറ്റിനിൽ തന്നെ പിന്നീട് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരിടവേളയിലേക്ക്. വാർത്തകളിലേക്ക് വീണ്ടും. മുല്ലപ്പെരിയാർ ഡാം സംരക്ഷണ സമിതി സംസ്ഥാന വ്യാപകമായി വ്യാഴാഴ്ച ആഹ്വാനം ചെയ്ത ഹർത്താൽ തൃശൂർ ജില്ലയെ കാര്യമായി ബാധിച്ചേക്കില്ല. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്താമെന്ന സുപ്രീംകോടതി ഉത്തരവിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി വ്യാഴാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അതേസമയം തൃശൂർ ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് സ്വകാര്യ ബസ്സുടമ സംഘടനാ നേതാക്കൾ അറിയിച്ചു. തൃശൂർ പൂരാഘോഷം കണക്കിലെടുത്താണ് ബസ്സുകൾ സർവീസ് നടത്തുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ MS പ്രേംകുമാർ, ആൻഡ്രൂ ഫ്രാൻസിസ് എന്നിവർ അറിയിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായി സമിതി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവരുടെ നേതാക്കൾ അറിയിച്ചു. കാലിക്കറ്റ് സർവകലാശാല, MG യൂണിവേഴ്സിറ്റി, ആരോഗ്യ സർവകലാശാല എന്നിവ വ്യാഴാഴ്ച നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. സിനിമയുടെ വിജയത്തിന് പിന്നിൽ ഒരു വ്യക്തി മാത്രമല്ലെന്ന് ചലച്ചിത്ര നടി ഉർവശി ശാരദ അഭിപ്രായപ്പെട്ടു. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. ടീം വർക്കാണ് സിനിമയുടെ വിജയമെന്നും ശാരദ പറഞ്ഞു. ഒരുപാട് കൂടി പോകുന്നു, എന്തൊക്കെ കുറച്ചത് പിള്ളേർക്ക് ഇഷ്ടമാണെന്നും അല്ല എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, നമുക്കൊരു ബഡ്ജറ്റുണ്ട്. മലയാളം ഒരു ചെറിയ ബഡ്ജറ്റിൽ എടുക്കാനുള്ള പടങ്ങളാണ്. നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ മ്യൂസിക് ടോട്ടൽ ആ പഴയ ട്രെൻഡേ ഇല്ലാതെ
ഇപ്പോഴത്തെ ശൈലിയാണെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഇവൻ ലിറിക്ക് കൂടി ഒരു മലയാള സിനിമ ആദ്യകാല പ്രൗഢിയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഇന്നത്തെ മലയാള സിനിമയിലെ ഗാനങ്ങളും ചിത്രീകരണങ്ങളും കാണുമ്പോൾ തനിക്ക് വിഷമമുണ്ടെന്നും ശാരദ പറഞ്ഞു. നല്ല സിനിമകളിലൂടെ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ആയി മലയാള സിനിമ മാറണമെന്നും ശാരദ പറഞ്ഞു. കോയമ്പത്തൂരിൽ കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് തളിക്കുളം ഇടശ്ശേരി സ്വദേശി മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. തിരിയാട്ട് ഗോപിനാഥനാണ് മരിച്ചത്. ഗോപിനാഥന്റെ മകൾ ചിന്തു, മരുമകൻ ഷാജി, ഡ്രൈവർ രാജൻ എന്നിവർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന ചിന്തുവിന്റെ 6 വയസ്സുള്ള മകൻ കൃഷ്ണ ദുർഗാറാം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ 2-നായിരുന്നു അപകടം. മകൾ ചിന്തുവിനെ വെല്ലൂർ ആശുപത്രിയിൽ കൊണ്ടുപോയി തിരിച്ചുവരുന്നതിനിടെയാണ് അപകടം. കുവൈറ്റിലുണ്ടായ കാർ അപകടത്തിൽ മുരിയാട് സ്വദേശി മരിച്ചു. മുരിയാട് പറക്കോട്ടുകര സ്വദേശി മണിയന്തറ വീട്ടിൽ 45 വയസ്സുള്ള സുരേഷ് ബാബുവാണ് മരിച്ചത്. ഇയാളുടെ സ്പോൺസറുടെ മകളെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ പിൻചക്രം പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ 2 പേരും മരിച്ചു. കേരളത്തിന്റെ തീരപ്രദേശത്തും ലക്ഷദ്വീപിലും അടുത്ത 48 മണിക്കൂറിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ച രാവിലെ വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തൃശൂർ കിഴക്കേക്കോട്ടയിലെ ഏറ്റെടുത്ത ഭൂമി ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മേയർക്ക് നേരെയുണ്ടായ കയ്യേറ്റ ശ്രമം ഖേദകരമാണെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ സ്ഥലത്തിന് സമീപത്തുള്ള റിലയൻസിന്റെ കൈവശമുള്ള ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും റിലയൻസിനെ സഹായിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നും യോഗത്തിൽ ആക്ഷേപമുയർന്നു. കോർപ്പറേഷന്റെ കയ്യേറ്റ സ്ഥലങ്ങൾ വീണ്ടെടുക്കുമെന്നും ഒരു ഭീഷണിക്കും വഴങ്ങില്ലെന്നും മേയർ രാജൻ ജെ പല്ലൻ പറഞ്ഞു. കോർപ്പറേഷന്റെ സ്വത്ത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ കൌൺസിലർമാരുടെ പിന്തുണയും മേയർ അഭ്യർത്ഥിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ടാങ്കർ ലോറികൾ വാടകയ്ക്കെടുക്കാൻ ടെൻഡർ വിളിക്കണമെന്ന ഭരണപക്ഷത്തെ ഗിരീഷ് കുമാറിന്റെ പരാമർശം യോഗത്തിൽ ബഹളത്തിനിടയാക്കി. ലോറിയിലെ കുടിവെള്ള വിതരണം സംബന്ധിച്ച് തർക്കം രൂക്ഷമായതിനെ തുടർന്ന് അജണ്ട മാറ്റിവെച്ചതായി മേയർ അറിയിച്ചു. കടയ്ക്ക് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കൌൺസിലർമാർ തമ്മിൽ വാഗ്വാദം നടന്നു. യോഗത്തിൽ മേയർ രാജൻ ജെ പല്ലൻ അധ്യക്ഷത വഹിച്ചു. ഗുളിക തൊണ്ടയിൽ കുടുങ്ങി വനിതാ ഓട്ടോ ഡ്രൈവർ മരിച്ചു. മനക്കുടി കിഴക്കുംപുറം സ്വദേശി ചെറുപറമ്പിൽ ബാബുവിന്റെ ഭാര്യ 36 വയസ്സുള്ള കുമാരിയാണ് മരിച്ചത്. മുല്ലശ്ശേരിയിലെ ബന്ധുവീട്ടിൽ വെച്ച് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഗുളിക കഴിക്കുന്നതിനിടെ തൊണ്ടയിൽ കുടുങ്ങിയാണ് മരണം സംഭവിച്ചത്. മനക്കുടി സ്റ്റോപ്പിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് കുമാരി. ഒരു ഇടവേള കൂടി. വാർത്തകളിലേക്ക് വീണ്ടും. മുളങ്ങുത്തുകാവിൽ വീട് കുത്തി തുറന്ന് 8 പവനും 10,000 രൂപയും കവർന്നു. ആലുങ്കൽ ചന്ദ്രമതി അമ്മയുടെ വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും പണവും കവർന്നത്. സമീപത്തെ പാണശ്ശേരി വിജയന്റെ വീട്ടിൽ മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. വീട്ടുസാധനങ്ങളെല്ലാം വാരിവലിച്ചിട്ട നിലയിലാണ്. വിയ്യൂർ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇനി പൂരവിശേഷങ്ങളിലേക്ക്. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്, ഭീമ ജ്വല്ലേഴ്സ്. മംഗല്യ സുരക്ഷ, സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. ന്യൂ ഇയർ കുറീസ്, ഏത് പ്രാർത്ഥനയും ഫലിക്കും. MK സിൽക്സ്. MK നിങ്ങൾക്ക് നൽകുന്നു 1 കോടി രൂപ. സ്വാദ് B2B ആട്ട. സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. ലക്ഷ്മി സ്റ്റോഴ്സ്, പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. എയ്സ് കമ്പ്യൂട്ടേഴ്സ്. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം. സുഹൃതമാം ജീവിതം സുന്ദരമാക്കാം. തലമുറകൾ കൈമാറിയ സത്യം. ന്യൂട്രിച്യൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. അഭിനവ ബ്രൈഡൽ കളക്ഷൻസ് അറ്റ് പുളിമൂട്ടിൽ സിൽക്സ്. കോ സ്പോൺസർഡ് ബൈ പ്യൂമ ട്രേഡേഴ്സ്. പ്യൂമ കുടകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, റെയിൻകോട്ടുകൾ, ഇനിയെല്ലാം പ്യൂമ തന്നെ. പൂരത്തിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകളുമായി ഓർമ്മപൂരം. ലോകത്തിലെ ഏറ്റവും മികച്ച സൗന്ദര്യ ദൃശ്യങ്ങളിലൊന്നായി യുനെസ്കോ സാക്ഷ്യപ്പെടുത്തിയ തൃശൂർ പൂരം വിഭാവനം ചെയ്ത കാലം മുതലേ അണുവിട തെറ്റാതെയുള്ള ചടങ്ങുകളാണ് അനുവർത്തിച്ചു പോരുന്നത്. ദശാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ശക്തൻ തമ്പുരാൻ ചിട്ടപ്പെടുത്തിയ അതേ രീതിയിലാണ് ഇപ്പോഴും തൃശൂർ പൂരം കൊണ്ടാടുന്നത്. ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന ജനകീയ മഹോത്സവമായ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ ഓരോന്നും നാദവർണ്ണ താളവിസ്മയങ്ങളുടെ സങ്കലനമാണ്. പൂരത്തലേന്ന് നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുരനട തുറക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു. പൂരനാളിൽ രാവിലെ മുതൽ ചെറുപൂരങ്ങളുടെ വരവായി.
രാവിലെ കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുരനട കടന്ന് വടക്കുംനാഥന്റെ തിരുമുറ്റത്ത് ഇലഞ്ഞിത്തറയിൽ പാണ്ടിമേളം ആരംഭിക്കുന്നതോടെ 36 മണിക്കൂർ നീളുന്ന പൂരം ആരംഭിക്കുന്നു. രാവിലെ 8:30യോടെ ശ്രീമൂലസ്ഥാനത്ത് കണിമംഗലം പൂരത്തിന്റെ പകൽപൂരം സമാപിക്കുന്നു. തുടർന്ന് കിഴക്കേ ഗോപുരം വഴി ചെമ്പൂക്കാവ് ഭഗവതി വടക്കുംനാഥനിലെത്തി തെക്കേ ഗോപുരം വഴി ഇറങ്ങുന്നു. അടുത്ത ഊഴം പനമുക്കുംപുള്ളി ശാസ്താവിന്റേതാണ്. പാറമേക്കാവിന്റെ പന്തലിലൂടെ കാരമുക്ക് പൂരം ശ്രീമൂലസ്ഥാനത്ത് എത്തി മേളം അവസാനിപ്പിച്ച് വടക്കുംനാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി പുറത്തേക്ക് എഴുന്നള്ളുന്നു. ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, നെയ്തലക്കാവ് എന്നീ പൂരങ്ങൾ നടുവിലാൽ വഴി ശ്രീമൂലസ്ഥാനത്തെത്തി പൂരം അവസാനിപ്പിക്കും. എല്ലാ പൂരങ്ങളും വടക്കുംനാഥനെ വണങ്ങി തെക്കോട്ടിറങ്ങിയാണ് പോകുക. തിരുവമ്പാടി ഭഗവതി രാവിലെ 7-ന് 3 ആനകളുടെയും നടപ്പാണ്ടി മേളത്തിന്റെയും അകമ്പടിയോടെ നടുവിൽ മഠത്തിലേക്ക് എഴുന്നള്ളും. അവിടെ നിന്നുള്ള എഴുന്നള്ളിപ്പാണ് പ്രസിദ്ധമായ മഠത്തിൽ വരവ്. നാക്കിനാലിൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് പാണ്ടിയോടെയാകും പിന്നീടുള്ള എഴുന്നള്ളത്ത്. പാറമേക്കാവ് ഭഗവതി 15 ആനകളുടെയും പാണ്ടിമേളത്തിന്റെയും അകമ്പടിയോടെ ഉച്ചയ്ക്ക് 12-ന് വടക്കുംനാഥനിലേക്ക് എഴുന്നള്ളും. വടക്കുംനാഥ സന്നിധിയിലെ ഇലഞ്ഞിത്തറയ്ക്ക് സമീപം പാണ്ടി വിവിധ കാലങ്ങളിലൂടെ കൊട്ടിക്കയറുമ്പോൾ ഇലഞ്ഞിത്തറ മേളമായി. മേളത്തിന് ശേഷം തെക്കേ ഗോപുരനട വഴി പുറത്തിറങ്ങുന്ന പാറമേക്കാവിലമ്മ തേക്കിൻകാട് മൈതാനിയിൽ വടക്കോട്ട് അഭിമുഖമായി നിൽക്കുന്നു. ഈ സമയം ആചാരവെടി മുഴങ്ങുമ്പോൾ ശ്രീമൂലസ്ഥാനത്ത് കാത്തുനിൽക്കുന്ന തിരുവമ്പാടി ഭഗവതി വടക്കുംനാഥനെ വലം വെച്ച് തെക്കോട്ടിറങ്ങും. ഇരു ഭഗവതിമാരും മുഖാമുഖം നിന്നാൽ കുടമാറ്റം ആരംഭിക്കുകയായി. 7 മണിയോടെ പകൽപൂരം അവസാനിക്കുന്നു. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കും തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്കും മടങ്ങും. പിന്നെ ചെറിയ തോതിലുള്ള വെടിക്കെട്ടാണ്. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും രാത്രി എഴുന്നള്ളിപ്പുകൾ 10:30-ന് ആരംഭിച്ച് 2:30-ക്ക് അവസാനിക്കും. തിരുവമ്പാടി ഭഗവതി നാക്കിനാലിലെ പന്തലിലും പാറമേക്കാവ് ഭഗവതി മണികണ്ഠനാൽ പന്തലിലും എഴുന്നള്ളി നിൽക്കുമ്പോൾ രാത്രി വെടിക്കെട്ട് അരങ്ങേറും. പൂരപ്പിറ്റേന്ന് രാവിലെ ഇരു ഭഗവതിമാരും പാണ്ടിമേളത്തിന്റെയും ആനകളുടെയും അകമ്പടിയോടെ വടക്കുംനാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളും. 11:30യോടെ മേളം കലാശിച്ച് ആദ്യം പാറമേക്കാവിലമ്മ വടക്കുംനാഥനെ വണങ്ങി തിരിച്ചുവരും. തിരുവമ്പാടി ഭഗവതി വടക്കുംനാഥനെ വണങ്ങി തിരിച്ചെത്തിയാൽ പിന്നെ ഉപചാരം ചൊല്ലി പിരിയലാണ്. ഈ സമയത്തും വെടിക്കെട്ടുണ്ടാക്കും. ബ്രഹ്മസ്വം മഠം മഠത്തിലെ ചിറയിലാണ് ഭഗവതിമാരുടെ ആറാട്ട്. ആറാട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തിയാൽ ആനകൾ കൊടിമരം ഇളക്കുന്നതോടെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും. പൂരത്തിന്റെ ഒരുക്കങ്ങളുമായി അണിയറ. ഇലഞ്ഞിത്തറയിൽ അന്തിക്കാടിന്റെ മേള പാരമ്പര്യത്തിന് 16 വർഷത്തെ പഴക്കമുണ്ട്. വലം തലയിലും ഇടം തലയിലും കൊട്ടിത്തിമിർക്കാൻ പത്മശ്രീ പെരുവനംകുട്ടന്മാരാർക്കൊപ്പം അന്തിക്കാട് വടക്കേക്കര ക്ഷേത്രവാദ്യ കലാസമിതിയിലെ 14 ചെറുപ്പക്കാരാണ് കൂടെ നിൽക്കുക. തൃശൂർ പൂരത്തിൽ അന്തിക്കാട് ഗ്രാമത്തിന്റെ മേള പാരമ്പര്യത്തിന് പഴക്കം ഏറെയാണ്. മുൻകാല മേള പ്രമാണിമാരായ പണ്ടാരത്തിൽ കുട്ടപ്പന്മാരാർ, ചക്കുളം അപ്പുമാരാർ, അന്തിക്കാട് രാമൻകുട്ടിമാരാർ എന്നീ വാദ്യ കലാകാരന്മാർ ആദ്യകാലങ്ങളിൽ തൃശൂർ പൂരത്തിന്റെ പ്രമാണിമാരായിരുന്നു. എന്നാൽ ഇവരുടെ കാലഘട്ടത്തിന് ശേഷം അന്തിക്കാടിന്റെ അസുരവാദ്യം തൃശൂർ പൂരത്തിൽ മുഴങ്ങാൻ ഏറെ കാത്തിരിക്കേണ്ടി വന്നു. പത്മശ്രീ പെരുവനംകുട്ടന്മാരാർ പാറമേക്കാവ് വിഭാഗത്തിന്റെ പ്രമാണിയായപ്പോഴാണ് അന്തിക്കാടിന്റെ ചെണ്ടവാദ്യം തൃശൂരിൽ വീണ്ടും ഉയർന്നത്. അന്തിക്കാട്ടെ ചെറുപ്പക്കാരിൽ ചെണ്ട അഭ്യസിക്കണമെന്ന മോഹം ഉയർന്നു വന്നപ്പോഴാണ് 1997-ൽ അന്തിക്കാട് വടക്കേക്കര ക്ഷേത്രവാദ്യ കലാസമിതി പിറന്നത്. ഈ ചെറുപ്പക്കാർക്ക് പ്രചോദനമായി പെരുവനം കുട്ടന്മാരാരും പഴുവിൽ രഘുമാരാരും ഒപ്പമുണ്ടായിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പൂരം എന്ന് പറയാവുന്ന തൃശൂർ പൂരത്തിലെ പ്രിയപ്പെട്ട കുട്ടന്മാരോടൊപ്പം അന്തിക്കാട് വടക്കേക്കര ക്ഷേത്രവാദ്യ കലാസമിതിയിലെ 14ഓളം അംഗങ്ങൾ കഴിഞ്ഞ 1997 മുതൽ പങ്കെടുക്കുന്നുണ്ട്. പഴുവിൽ രഘുമാരാരുടെ ശിക്ഷണത്തിലാണ് ഇവർ ചെണ്ടയിൽ ഹരിശ്രീ കുറിച്ച് അരങ്ങേറ്റം കുറിച്ചത്. തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിൽ പങ്കെടുക്കാനുള്ള അസുലഭ അവസരവും ഇവർക്ക് ലഭിച്ചു. പിന്നീടുള്ള വർഷങ്ങളിൽ പതിവ് തെറ്റാതെ തന്നെ അന്തിക്കാട്ടെ അസുരവാദ്യം ഇലഞ്ഞിത്തറയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചെണ്ട കൂടാതെ ഇലത്താളത്തിലും പ്രാവീണ്യം നേടിയ അന്തിക്കാട്ടെ വാദ്യ കലാകാരന്മാർ തൃശൂർ പൂരത്തിലെ ഭാഗഭാക്കായി. തൃശൂർ പൂരത്തിന്റെ പെരുമയിൽ അന്തിക്കാടെന്ന കൊച്ചു ഗ്രാമവും അതിന്റെ പങ്ക് നൽകുകയാണ്. TCV ന്യൂസ്, അന്തിക്കാട്.
മേളക്കമ്പക്കാരുടെ ആശങ്കകൾക്ക് വിരാമമിട്ട് അന്നമനട പരമേശ്വരമാരാർ വരുന്നു. കയ്യും മെയ്യും ധന്വന്തിരി ഭഗവാന് സമർപ്പിച്ചാണ് അന്നമനട മഠത്തിൽ വരവിന് പ്രമാണം കൂട്ടുന്നത്. തൃശൂർ പൂരത്തിന്റെ മാത്രം സ്വന്തമായ മഠത്തിൽ വരവിന് 11 വർഷം തുടർച്ചയായി പ്രമാണികത്വം വഹിച്ച അന്നമനട പരമേശ്വരമാരാർ ഇത്തവണ തിമിലയിൽ മേളപ്പെരുക്കം ഒരുക്കാൻ എത്തുമോ എന്ന ആശങ്കയിലായിരുന്നു വാദിക്കമ്പക്കാർ. 2 മാസം മുൻപ് ഇടത് കൈയിന്റെ നടുവിരലിന് വാദ്യത്തിനിടയിൽ പരിക്ക് പറ്റിയതിനെ തുടർന്ന് പ്രശസ്തമായ പൂരങ്ങളിൽ തന്റെ സാന്നിധ്യം അറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. കുറ്റിയങ്കാവ്, ഉത്രാളിക്കാവ്, നെന്മാറ വല്ലങ്കി, പെരുവനം, തൃപ്രയാർ, ആറാട്ടുപുഴ തുടങ്ങിയ പൂരങ്ങളിൽ തിമിലയുടെ നാദമാധുര്യം തീർക്കാൻ അന്നമനടയെ കാണാതിരുന്നതാണ് ആരാധകരെ ആശങ്കയിലാഴ്ത്തിയത്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ മറ്റുള്ള പൂരങ്ങളെ അപേക്ഷിച്ച് പൂരങ്ങളുടെ പൂരല്ലേ. അതിൽ 10-44 വർഷമായിട്ട് കൊട്ടി വരുന്ന ആളാണ് ഞാൻ. 10-12 വർഷമായി പ്രമാണമാണ്. അപ്പോൾ എന്ത് ഇത് സഹിച്ചാലും കൊട്ടുന്നുള്ള കാര്യം തീരുമാനം. കടുത്ത പ്രമേഹത്തെ തുടർന്ന് കൈവിരലിലെ മുറിവ് ഉണങ്ങാതാവുകയും ഇടത് കൈക്ക് തളർച്ച അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപേ മാരാർ തന്റെ ശരീരം ആയുർവേദ സ്വരൂപനായ ധന്വന്തിരി മൂർത്തിക്ക് സമർപ്പിച്ചു. തന്റെ അസുഖത്തിന് ആശ്വാസമേകിയ ആയുർവേദ മൂർത്തിയെ തൊഴുതു വണങ്ങാൻ അന്നമനട പരമേശ്വരമാരാർ നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിൽ എത്തുകയും വെള്ളരി കൊണ്ട് തുലാഭാരം നടത്തുകയും ചെയ്തു. തൃശൂർ പഴയനടക്കാവ് ബ്രഹ്മസ്വമഠത്തിന്റെ തിരുമുറ്റത്ത് നിന്ന് തേക്കിൻകാടിന്റെ രാജപാതയിലേക്ക് തിമിലയുടെ നാദത്തിൽ കയ്യെറിഞ്ഞും കണ്ണെറിഞ്ഞും മേളപ്പെരുക്കം തീർക്കാൻ വാദികുലപതി അന്നമനട പരമേശ്വരമാരാർ എത്തുന്നതും കാത്തിരിക്കുകയാണ് മേളപ്രേമികൾ. TCV ന്യൂസ്, എരുമപ്പെട്ടി. തൃശൂർ പേരൂരിന്റെ മണ്ണിൽ പൂരങ്ങളുടെ പൂരം പെയ്തിറങ്ങാൻ മണിക്കൂറുകൾ ശേഷിക്കെ പൂരത്തെ വരവേൽക്കാൻ തലയെടുപ്പോടെ നിൽക്കുകയാണ് പൂരപ്പന്തലുകൾ. ഒരാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലെത്തുന്ന മഹാപൂരത്തിന് വേദിയാവാൻ പന്തലുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. പൂരം വെടിക്കെട്ടിന് പുലർച്ചെ ഭഗവതിമാരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാകുന്ന പന്തലുകൾ പൂരത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ്. പൂരം നാളിൽ ദീപാലങ്കൃതമായ പന്തലുകളുടെ മനോഹാരിത പൂരപ്രേമികൾക്ക് മതിവരാ കാഴ്ചയാണ് സമ്മാനിക്കുക. കരവിരുതിൽ തീർത്ത പന്തലുകളുടെ നിർമ്മാണത്തിൽ ഇത്തവണ നേതൃസ്ഥാനത്ത് കാനാട്ടുകര രവിയും കാനാട്ടുകര ദാസനും മിണാലൂർ ചന്ദ്രനുമുണ്ട്. പ്രസിദ്ധമായ പല പൂരങ്ങൾക്കും പന്തലൊരുക്കിയ അനുഭവ സമ്പത്ത് മൂവർക്കുമുണ്ടെങ്കിലും തിരുവമ്പാടിക്ക് വേണ്ടി ആദ്യമായിട്ടാണ് രവി നായ്ക്കനാലിൽ പന്തലൊരുക്കുന്നത്. 4 നിലകളിൽ ഗോപുര മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള പന്തലിന് 70 അടി ഉയരമുണ്ട്. 20ഓളം തൊഴിലാളികളാണ് ഈ മനോഹര പന്തലിന് ദൃശ്യവിരുന്നൊരുക്കിയിരിക്കുന്നത്. നടുവിലാലിൽ പന്തലൊരുക്കുന്ന ചന്ദ്രൻ മിണാലൂരും ആദ്യമായിട്ടാണ് തിരുവമ്പാടിക്ക് വേണ്ടി പന്തലൊരുക്കുന്നത്. ക്ഷേത്ര മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള പന്തലിന് 5 നിലയും 80 അടി ഉയരവുമുണ്ട്. പതിവിൽ നിന്നും വ്യത്യസ്തമായി 16 തൂണുകളാണ് പന്തലിനുള്ളത്. എന്നാൽ കഴിഞ്ഞ 13 വർഷമായി ദാസൻ കാനാട്ടുകര പാറമേക്കാവിനു വേണ്ടി മണികണ്ഠനാലിൽ പന്തലൊരുക്കുന്നു. കേരളീയ ക്ഷേത്രകലാ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള പന്തലിന് 3 നിലകളും 90 അടി ഉയരവുമുണ്ട്. മേളത്തിന്റെ അലയടികൾ തീർത്ത പൂരം കൊട്ടിക്കയറുമ്പോൾ പൂരനഗരിയെ ദീപപ്രഭയിൽ ആറാടിക്കാൻ പന്തൽ നിർമ്മാണം ഫിനിഷിംഗ് പോയിന്റിലാണ്. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. പൂരത്തിന്റെ ആവേശങ്ങൾ വാനോളമുയർത്തി പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ സ്പെഷ്യൽ കുട നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി. കുടമാറ്റത്തിനായി ഇരുവിഭാഗക്കാരും മത്സരിച്ചാണ് കുടകൾ ഒരുക്കുന്നത്. കുടമാറ്റം ഇരു കൂട്ടർക്കും അഭിമാനത്തിന്റെ പ്രശ്നമാണ്. കുടമാറ്റത്തിൽ പൂരപ്രേമികളുടെ മനം കവരുന്നത് ദൃശ്യഭംഗിയുള്ള സ്പെഷ്യൽ കുടകളാണ്. സ്പെഷ്യൽ കുടകൾ എത്ര എണ്ണമാണെന്നും ഏതൊക്കെ തരത്തിലുള്ളതാണെന്നും ഇരു കൂട്ടരും രഹസ്യമായി സൂക്ഷിക്കും. വെള്ളി സ്വർണ്ണ അലക്കുകളുള്ള കുട, 1, 2, 3 നിലകളുള്ള കുട, LED പിടിപ്പിച്ച കുട, ദേവന്മാരും ദേവിമാരുമുള്ള കുട, നിരവധി തരത്തിലുള്ള സ്പെഷ്യൽ കുടകൾ ഇത്തവണയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇത്തവണ പ്രധാന ആകർഷണത്തിലൊന്നായി എടുത്തു പറയേണ്ടത് ശില്പഭംഗിയുള്ള കുടകളാണ്. വർണ്ണവൈവിധ്യം കുറയ്ക്കാതെ ശില്പഭംഗിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുടകളാണ് ഇരുവിഭാഗങ്ങളും സ്പെഷ്യൽ കുടകളായി ഒരുക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ സ്പെഷ്യൽ കുടകൾക്ക് ലഭിച്ച സ്വീകാര്യതയാണ് ഇത്തവണയും ശില്പഭംഗി തീർക്കുന്ന കുടകൾ ഒരുക്കാൻ ഇരുവിഭാഗത്തെയും പ്രേരിപ്പിച്ചത്. ഈ കുടകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവിധ ദേശങ്ങളിലായി പൂർത്തിയായി വരുന്നു. വർണ്ണവൈവിധ്യത്തിനായി കൊറിയ, ചൈന, ഗൾഫ് നാടുകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കുടകളുടെ തുണികൾ വരുത്തിയിട്ടുണ്ട്. സ്വർണ്ണ നിറമുള്ള പൂക്കൾ, ഗിൽറ്റ്, വെൽവെറ്റിൽ തുന്നിപ്പിടിപ്പിച്ച രൂപങ്ങൾ എന്നിവയും സ്പെഷ്യൽ കുടകളെ ആകർഷകമാക്കും.
നാഗമാണിക്യം കുടയാണ് പാറമേക്കാവ് വിഭാഗത്തിന്റെ ഒരു സ്പെഷ്യൽ കുട. ഇതുകൂടാതെ നിരവധി സ്പെഷ്യൽ കുടകൾ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ചോറ്റാനിക്കര അമ്മ, മമ്മിയൂർ ഗണപതി, മത്സ്യകന്യക തുടങ്ങിയ കുടകളാണ് കഴിഞ്ഞ വർഷം പാറമേക്കാവ് സ്പെഷ്യൽ കുടകളായി ഉയർത്തിയത്. ഇതിന് ബദലായി ലക്ഷ്മി വിളക്ക്, കുതിരരൂപം, രാധാകൃഷ്ണ സമേതനായ ഗരുഡൻ എന്നിവയാണ് തിരുവമ്പാടി ഉയർത്തിയത്. ശ്രീജിത്ത്, അപ്പു, ജയദേവ്, ജയകൃഷ്ണ എന്നിവർ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച രാധാകൃഷ്ണ സമേതനായ ഗരുഡന്റെ സംഘാടകർ തിരുവമ്പാടി സ്പോർട്സ് ക്ലബ്ബായിരുന്നു. 15,000 രൂപ വരെ ചെലവ് വരുന്ന സാധാരണ കുടയേക്കാൾ ഇരട്ടിയാണ് സ്പെഷ്യൽ കുടകൾക്ക് ചിലവ്. ഇത്തവണയും വൈവിധ്യത്തിനൊട്ടും കുറവ് വരില്ലെന്ന ഉറപ്പ് ഇരുവിഭാഗവും നൽകുന്നുണ്ട്. ഈ വർഷവും ആകർഷണീയവും നിറപ്പകിട്ടാർന്നതുമായ സ്പെഷ്യൽ കുടകൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ പൂരപ്രേമികളും. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. ഇനി പൂരക്കാഴ്ച. പൂരങ്ങളിലെ പതിവ് കാഴ്ചയാണ് പൂരപ്പലഹാരങ്ങൾ. പൂരം പടിക്കിലെത്തി നിൽക്കെ നിരത്തിൽ പൂരപ്പലഹാരം നിരന്നു. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്, ഭീമ ജ്വല്ലേഴ്സ്. മംഗല്യ സുരക്ഷ, സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. ന്യൂ ഇയർ കുറീസ്, ഏത് പ്രാർത്ഥനയും ഫലിക്കും. MK സിൽക്സ്. MK നിങ്ങൾക്ക് നൽകുന്നു 1 കോടി രൂപ. സ്വാദ്, B2B ആട്ട. സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. ലക്ഷ്മി സ്റ്റോഴ്സ്, പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. എയ്സ് കമ്പ്യൂട്ടേഴ്സ്. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം. സുഹൃതമാം ജീവിതം സുന്ദരമാക്കാം. തലമുറകൾ കൈമാറിയ സത്യം. ന്യൂട്രിച്യൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. അഭിനവ ബ്രൈഡൽ കളക്ഷൻസ് അറ്റ് പുളിമൂട്ടിൽ സിൽക്സ്. കോ സ്പോൺസർഡ് ബൈ പ്യൂമ ട്രേഡേഴ്സ്. പ്യൂമ കുടകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, റെയിൻകോട്ടുകൾ, ഇനിയെല്ലാം പ്യൂമ തന്നെ. ഒരു ഇടവേള കൂടി. വാർത്തകളിലേക്ക് വീണ്ടും. അരിയങ്ങാടി CITU യൂണിയന്റെ ആഭിമുഖ്യത്തിൽ CM ഫ്രാൻസിസ് അനുസ്മരണ യോഗം നടന്നു. അരിയങ്ങാടി സെന്ററിൽ ചേർന്ന അനുസ്മരണ യോഗം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. PK ഷാജൻ അധ്യക്ഷത വഹിച്ചു. M മുരളീധരൻ, VK ഗോപിനാഥൻ, PA ലജിക്കുട്ടൻ, TA അന്തോണി എന്നിവർ സംസാരിച്ചു. പാവറട്ടി തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്താൻ കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. PA മാധവൻ MLA, കളക്ടർ MS ജയ, പാവറട്ടി തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പെരുന്നാൾ ദിനങ്ങളിൽ തിരക്കിനിടയിൽ ആഭരണ മോഷണവും മറ്റും തടയുന്നതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ കരുതൽ നടപടികൾ ഉണ്ടാകും. വ്യാജമദ്യ വിൽപ്പന തടയുന്നതിന് എക്സൈസ് സംഘത്തിന്റെ പരിശോധന ശക്തമാക്കാനും യോഗത്തിൽ ധാരണയായി. പാവറട്ടി തിരുനാൾ വിശേഷങ്ങളിലേക്ക്. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളിനെത്തുന്ന വിശ്വാസികൾക്ക് വണങ്ങുന്നതിനും കാണിക്കയായി സമർപ്പിക്കുന്നതിനും ലില്ലിപ്പൂക്കളും വളകളും തയ്യാറായി. ലില്ലിപ്പൂ കയ്യിലേന്തിയ വിശുദ്ധ ഔസേപ്പിതാവിന്റെ രൂപമാണ് പാവറട്ടിയിലെ മുഖ്യ ആകർഷണം. തിരുനാൾ ആഘോഷിക്കുന്ന ശനിയാഴ്ച മുതൽ പള്ളിയുടെ മുഖമണ്ഡപത്തിൽ വടക്ക് ഭാഗത്തായി തീർത്ഥാടകർക്ക് വണങ്ങുന്നതിനായി സ്വർണ്ണകാന്തി പരത്തുന്ന ലില്ലിപ്പൂക്കളും വളകളും അലങ്കരിച്ചു വയ്ക്കും. വിവാഹ തടസ്സം മാറിക്കിട്ടുന്നതിന് വിശ്വാസികൾ ലില്ലിപ്പൂ സമർപ്പണം നടത്തുക ഇവിടെ പതിവാണ്. കന്യകകളുടെ കാവൽക്കാരനെന്നറിയപ്പെടുന്ന വിശുദ്ധ ഔസേപ്പിതാവിന്റെ അടയാളവും ലില്ലിപ്പൂവാണ്. തീർത്ഥകേന്ദ്രം ട്രസ്റ്റിമാരുടെ നേതൃത്വത്തിൽ ലില്ലിപ്പൂക്കളും വളകളും തയ്യാറാക്കി വെച്ചു കഴിഞ്ഞു. പാവറട്ടി വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ വെടിക്കെട്ടിന് ജില്ലാ ഭരണകൂടത്തിന്റെ നിന്ന് അനുമതി ലഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രി 8-ന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മത്തിന് ശേഷം ഇലക്ട്രിക് തൊഴിലാളികളുടെ സാമ്പിൾ വെടിക്കെട്ട് നടക്കും. കുണ്ടന്നൂർ സുന്ദരാക്ഷന്റെ നേതൃത്വത്തിലാണ് വെടിക്കെട്ട് ഒരുക്കുന്നത്. ശനിയാഴ്ച രാത്രി 7-ന് ദിവ്യബലിക്ക് ശേഷം കൂട് തുറക്കൽ ശുശ്രൂഷയും തുടർന്ന് 8:30-ന് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടന്നൂർ സുന്ദരാക്ഷൻ ഒരുക്കുന്ന കരിമരുന്ന് പ്രകടനത്തിനൊപ്പം തന്നെ അത്താണി ദേവസ്വയുടെ നേതൃത്വത്തിൽ മാനത്ത് വർണ്ണമഴ ചുരിയുന്ന അമിട്ട് കലാവിസ്മയവും നടക്കും.
ഞായറാഴ്ച പുലർച്ചെ 12:15 തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെടിക്കെട്ട് അരങ്ങേറും. കുണ്ടന്നൂർ സുന്ദരാക്ഷനാണ് വെടിക്കെട്ട് ഒരുക്കുന്നത്. 10-നുള്ള തിരുനാൾ ദീപബലിക്ക് ശേഷം സിമന്റ് പെയിന്റ് തൊഴിലാളികളുടെ പ്രദക്ഷിണ വെടിക്കെട്ട് നടക്കും. അത്താണി ദേവസ്വയാണ് വെടിക്കെട്ട് ഒരുക്കുന്നത്. രാത്രി 7-ന് ദിവ്യബലിക്ക് ശേഷം വടക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടന്നൂർ സുരേഷ് ഒരുക്കിയ വെടിക്കെട്ട് അരങ്ങേറും. വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ, മാനേജിംഗ് ട്രസ്റ്റി ടി.ജെ. ചെറിയാൻ, കൺവീനർ ജോൺ ഒ. പുലിക്കോട്ടിൽ, ജോയിന്റ് കൺവീനർ കെ.ജെ. ജെയിംസ്, ട്രഷറർ സുബി രാജ് തോമസ്, കമ്മിറ്റി അംഗങ്ങളായ എ.ടി. ജോസഫ്, ഡേവിസ് പുത്തൂർ, രാജൻ വടക്കൂട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുനാളിന്റെ പ്രധാന ചടങ്ങായ കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് തിരുസ്വരൂപങ്ങൾ ഒരുങ്ങി. തിരുസ്വരൂപങ്ങളിൽ അണിയിക്കാനുള്ള കിരീടങ്ങളും മറ്റാഭരണങ്ങളും തീർത്ഥകേന്ദ്രം ട്രസ്റ്റിമാരുടെ നേതൃത്വത്തിൽ സ്വർണം പൂശി മനോഹരമാക്കി. വലിയ കിരീടം, ചെറിയ കിരീടങ്ങൾ, വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ലില്ലിപ്പൂവ്, പത്രോസ്ലീഹായുടെ താക്കോൽ തുടങ്ങിയവയാണ് തിരുസ്വരൂപങ്ങളിൽ അണിയിക്കുക. ഉണ്ണിയേശുവിനെ കൈയിലേന്തിയ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ പത്രോസ്ലീഹായുടെയും തിരുസ്വരൂപങ്ങളാണ് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ശേഷം പൊതുവണക്കത്തിനായി ദേവാലയ മുഖമണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കുക. ശനിയാഴ്ച വൈകിട്ട് 7:30 അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൂടുതുറക്കൽ ശുശ്രൂഷ നടക്കുക. വിശുദ്ധരുടെ തിരുസ്വരൂപം വണങ്ങുന്നതിനായി ഈ സമയം ദേവാലയത്തിനകത്തും പുറത്തും ആയിരക്കണക്കിന് വിശ്വാസികളാണ് തടിച്ചുകൂടുക. ഞായറാഴ്ച രാവിലെ 10-നുള്ള തിരുനാൾ ദിവ്യബലിയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദക്ഷിണവും നടക്കും. ടി.സി.വി. ന്യൂസ്, പാവറട്ടി. ഇനി വാണിജ്യം. ടൈൽസ്, സാനിറ്ററി സാമഗ്രികളുടെ വിപണന രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച പൂവത്തൂർ ഇറ്റാലിയ ടൈൽ ഹൌസിന്റെ രണ്ടാമത്തെ ഷോറൂം വടക്കേക്കാട് 3-ാം കല്ലിൽ പ്രവർത്തനം ആരംഭിച്ചു. ടൈൽസ്, സാനിറ്ററി സാമഗ്രികളുടെ വിപുലവും നൂതനവുമായ ശേഖരമാണ് ഇറ്റാലിയ ടൈൽ ഹൌസിൽ ഒരുക്കിയിട്ടുള്ളത്. അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ ഷോറൂമിന്റെ ആശീർവാദം നിർവഹിച്ചു. പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ഒല്ലൂർ ഫൊറോന പള്ളി വികാരി ഫാദർ നോബി അമ്പൂക്കൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊച്ചമ്മ കൊച്ചപ്പൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് അംഗം കെ വി റഷീദ് അധ്യക്ഷനായി. ഫാദർ ജോജു പനക്കൽ, കെ ടി ശിവരാമൻ, ASM അസ്കർ അലി തങ്ങൾ, ജെയിംസ് ആന്റണി, OJ ഷാജൻ, മാനേജിംഗ് പാർട്ണർ തോമസ് പള്ളത്ത് എന്നിവർ സംസാരിച്ചു. ഗുണനിലവാരം ഉറപ്പുവരുത്തി കുറഞ്ഞ നിലയിൽ ടൈലുകളും സാനിറ്ററി ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്ന സ്ഥാപനമാണ് ഇറ്റാലിയ ടൈൽ ഹൌസ്. രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി ട്വിങ്കിൾ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ കാർമൽ ബേക്സ് ആൻഡ് ഫുഡ് കോർട്ട് തൃശൂരിൽ കുട്ടംകുളങ്ങര റോഡ് ജംഗ്ഷനിൽ മാർ അപ്പറേം പള്ളിക്ക് മുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ച് വികാരി ഫാദർ ജോസ് മാളിയേക്കൽ കാർമൽ ബേക്സിന്റെയും ഫുഡ് കോർട്ടിന്റെയും ആശീർവാദം നിർവഹിച്ചു. ഡയറക്ടർമാരായ ടി.എ. വർഗീസ്, ജോസഫ് വർഗീസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എല്ലാവിധ ബേക്കറി ഐറ്റംസുകളും കേക്കുകളും കൂടാതെ ഐസ്ക്രീം, ഷേക്ക്, അറേബ്യൻ ഫുഡ്, ദം ബിരിയാണി, ബീഫ് ബിരിയാണി, വെജ് റൈസ്, നാടൻ വിഭവങ്ങൾ എന്നിവയും കാർമൽ ബേക്സ് ആൻഡ് ഫുഡ് കോർട്ടിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നഗരം പൂരലഹരിയിലേക്ക്. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരക്കാഴ്ചകൾക്ക് നാളെ തുടക്കം. കനത്ത മഴയെ തുടർന്ന് സാമ്പിൾ വെടിക്കെട്ട് മാറ്റിവെച്ചു. പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗം മകരശാലയിൽ ഒരുക്കിയ ചമയ പ്രദർശനം പൂരപ്രേമികൾക്ക് വിസ്മയമായി. തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനം ഇന്ന് രാവിലെ മുതൽ. മുല്ലപ്പെരിയാർ ഡാം സംരക്ഷണ സമിതി സംസ്ഥാന വ്യാപകമായി ഇന്ന് ആഹ്വാനം ചെയ്ത ഹർത്താൽ തൃശൂർ ജില്ലയെ കാര്യമായി ബാധിച്ചേക്കില്ല. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തും, കടകൾ തുറക്കുമെന്ന് വ്യാപാരികൾ. സിനിമയുടെ വിജയത്തിന് പിന്നിൽ ഒരു വ്യക്തി മാത്രമല്ലെന്ന് ചലച്ചിത്ര നടി ഉർവശി ശാരദ. മലയാള സിനിമ ആദ്യകാല പ്രൌഢിയിലേക്ക് തിരിച്ചുവരേണ്ടതുണ്ടെന്നും ശാരദ.